to TS Academy's OET Reading Live session, and as usual, this is Bindu here. ഇന്ന് നമ്മൾ റീഡിങ്ങിലൊരു സ്പെഷ്യൽ ടോപ്പിക് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലൈവിൽ കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒ ടിയുടെ റീഡിംഗ് പാർട്ട് സിയിൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാൻഡറ്ററി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണോ, അതിനെ എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, ഒക്കെ എന്താണ് ഈ റെഫറൻസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് റെഫറൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുടെ മാറ്റർ ഓഫ് ഡിസ്കഷൻ. ഇന്ന് നമ്മൾ ഒറ്റയുടെ റീഡിങ്ങിൻ്റെ പാർട്ട് സി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പാർട്ട് സിയിൽ തന്നെ ലെക്സിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് ഏത്, റെഫറൻസ് വേർഡ്സ് അല്ലെങ്കിൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ്. യെസ്, ഗുഡ് ഈവനിങ് ഷെൻസി, ഗുഡ് ഈവനിങ് സിജി ആൻഡ് ഗുഡ് ഈവനിങ് അക്ഷയ, good evening Suja, and good evening everyone, and welcome to Teachers Academy's OET Reading Live session. And as usual, this is Bindu here. Yes, Adira Arun, good evening. Tindu John, good evening. Jijin Varghese, good evening. Simi Raj, good evening. എല്ലാവർക്കും good evening and welcome to Teachers Academy's OET Reading Live session. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് OETയുടെ റീഡിങ്ങിൻ്റെ പാർട്ട് സി അല്ലേ, ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് സി ആണ്. കാരണം പാർട്ട് സിയിൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കൊണ്ടോ വൊക്കാബുലറിയിലുള്ള സ്കില്ല് കൊണ്ടോ മാത്രം നമ്മൾ പാർട്ട് സി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പാടാണ്. അവിടെ ഞാൻ എപ്പോഴും പറയുന്നില്ല, റീഡിങ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്ലസ് ലോജിക്, ഇത് രണ്ടും കൂടി ചേരണം. അവിടെ അല്ലേ 50-50 ആണ്. അപ്പം പാർട്ട് സിയിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ് ഇത് റെഫറൻസ് ക്വസ്റ്റ്യൻ. സുജയ്ക്ക് എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് വോയിസ്, എങ്ങനെയുണ്ടോ, ഉറക്കെയാണോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യശ്, ജിഷ തോമസ്, ബ്ലെസ്സി സാം, ടിൻഡു ജോൺ, ലിഡിയ, അക്ഷയ കുര്യൻ, സ്നേഹ, സുനി ജോസ്, അഞ്ജുമോൾ, അമലു, എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. യെസ്, ലിഡിയ ക്ലിയർ ആണല്ലേ? സിജി, സിമി, നിങ്ങൾക്കെല്ലാം. സുജിക്ക് കേൾക്കുന്നില്ലേ? സുജിയുടെ എനിക്കൊന്നു സുജിയുടെ സിസ്റ്റത്തിലെ എന്തെങ്കിലും സെറ്റിങ്സ് കൊണ്ടാവാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആയിട്ട് തോന്നി. സിജി മോൻ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. റെഫറൻസ് വേർഡ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടെക്സ്റ്റിലും, അതായത് OETയുടെ റീഡിംഗ് പാർട്ട് സിയിലെ ടെക്സ്റ്റ് 1 നമുക്ക് 2 ടെക്സ്റ്റാണല്ലോ കിട്ടാൻ പോകുന്നത്. അങ്ങനെ 8+8 16 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ 8 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഒരു റെഫറൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ടെക്സ്റ്റിലും തീർച്ചയായിട്ടും ഒരു റെഫറൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ യെസ് സിയ പറയുന്നു, യുവർ ക്ലാസ്സസ് ആർ വെരി മച്ച് ഇൻഫോർമേറ്റീവ്. താങ്ക് യു, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഈ റെഫറൻസ് വേർഡ്സ് എന്താണ്, എന്തൊക്കെയാണ് റെഫറൻസ് വേർഡ്സിൻ്റെ എക്സാമ്പിൾ? യൂഷ്വലി നിങ്ങൾ എന്തൊക്കെ റെഫറൻസ് വേർഡാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് കമൻറ്റ് ചെയ്തേ. ഏതൊക്കെ വേർഡായിരിക്കും അവിടെ റെഫറൻസ് വേർഡായിട്ട് നമുക്ക് ഒരു യൂഷ്വലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്? ഏതൊക്കെ റെഫറൻസ് വേർഡായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? യെസ് റാണി, ഗുഡ് ഈവനിങ്. ഏതൊക്കെ റെഫറൻസ് വേർഡാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി കാണാറുള്ള റെഫറൻസ് വേർഡ് ഏതൊക്കെയാണെന്ന് പറയാമോ? യെസ്, സ്നേഹ പറഞ്ഞു ഇറ്റും ദേയും അല്ലേ. അപ്പോൾ അവിടെ ഇറ്റും ദേയും മാത്രമാണോ? ഇറ്റ് വരാം, ദേ വരാം അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ, നമ്മൾ ദീസ് വരാം, ദിസ് വരാം, ദാറ്റ് വരാം, വിച്ച് വരാം, അങ്ങനത്തെ റെഫർ ചെയ്യുന്ന എന്ത് വേർഡ്സും അല്ലേ. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റെഫറൻസ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ വേർഡ് ഓർ ഫ്രേസ് ഇൻ ദ ടെക്സ്റ്റ് അല്ലേ. വേറൊരു വേർഡിനോ ഫ്രേസിനോ ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ട്, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് റെഫറൻസ് വേർഡ്. ഇപ്പോൾ യൂഷ്വൽ റൂൾ എന്ന് പറയുന്നത് റെഫറൻസ് വേർഡ് നമ്മൾ റെഫർ ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള നൗണാണോ എന്താണോ അവിടെ തന്നിരിക്കും അല്ലേ. അതായത് നമുക്ക് ഒരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെഫറൻസ് വേർഡ്. മാത്രമല്ല നമ്മുടെ കോണ്ടെക്സ്റ്റിനെ നമുക്ക് ചുരുക്കി വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് റെഫറൻസ് വേർഡ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യൂസ്? ഐഡിയാസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി അല്ലേ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയാസ് ലിങ്ക് ചെയ്യുന്നു. അതായത് റെഫർ ബാക്ക് പ്രീവിയസ്ലി മെൻഷൻഡ് കോൺസെപ്റ്റ്സ്, നമ്മൾ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിന് നമ്മൾ റെഫർ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും റെഫറൻസ് വേർഡ് ഉപയോഗിക്കാറുണ്ട്. റീപ്ലേസ് നൗൺസ് ആൻഡ് അവോയ്ഡ് റെപ്പറ്റീഷൻ, അതാണ് മെയിനായിട്ടുള്ള പർപ്പസ് അല്ലേ. നൗണിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഇപ്പം നമ്മൾ ആ നൗൺ ചിലപ്പോൾ ഒരു വലിയ നെയിം ആയിരിക്കും, ഒരു വലിയ ടേം, ഒരു ഫ്രേസോ ആയിരിക്കാം. പിന്നെ നമുക്കതിനെ എന്ത് ഉപയോഗിക്കാം? റെഫറൻസ് വേർഡ് വെച്ചിട്ട് വളരെ ചുരുക്കി അതിൻ്റെ റെപ്പറ്റീഷൻസ് ഒഴിവാക്കിയിട്ട് ഇറ്റെന്നോ ദേയെന്നോ ഹീയെന്നോ ഷീയെന്നോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും
ഇത്രയും കാര്യങ്ങളാണ് റെഫറൻസ് വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. എന്തൊക്കെയാണ് ഈ റെഫറൻസ് വേർഡ്, അത് നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നൊക്കെ നോക്കാമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, റെഫറൻസ് വേർഡ്സ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. എന്ത് മനസ്സിലാക്കാൻ? ദ കണ്ടക്സ്റ്റ് ആൻഡ് ദ കണക്റ്റിംഗ് ഐഡിയാസ്. നമുക്ക് തന്നിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നും അതിനകത്ത് ഐഡിയാസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് റെഫറൻസ് വേർഡ് അത്യാവശ്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ വേർഡ് ദറ്റ് റെഫർ ബാക്ക് ടു അതർ വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ ദ ടെക്സ്റ്റ്. മനസ്സിലായല്ലോ സംഭവം എന്താണെന്നുള്ളത്. ഇനി നമുക്കതിന് 1-2 എക്സാമ്പിൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കുറച്ച് പേരും കൂടി നമ്മളോട് ജോയിൻ ചെയ്തു. യെസ്, അക്ഷയ് ബാബു, രമ്യ ഉദയൻ, ജോൺ മാത്യു, സുജ സിബി. യെസ്, സുജ റെഫറൻസ് വേർഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ലിജി പറഞ്ഞു. ഷിബി കുവൈ, ടിൻഡു ജോൺ, അനു ജിൻസ്, അലിഷ്യ കുര്യൻ, ടിൻഡു ജോൺ, എല്ലാവർക്കും യെസ്. ജസീന റെനിൽ, ടിൻഡു ജോൺ, അതിര. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ. ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ റെഫറൻസ് വേർഡ് എടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് റെഫറൻസ് വേർഡ് എന്താണെന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ സെഷൻ്റെ ഉദ്ദേശം, അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് അടുത്തടുത്ത ഓരോ ആഴ്ചകളിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെഷനായിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പലർക്കും ഇപ്പോഴും എന്താണ് ഒരു ഐഡിയ ഇല്ല. യെസ്, ഷാൻഡി തോമസ്, മേഘ മാത്യു, ശ്രീലക്ഷ്മി, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കേ. റെഫറൻസ് വേർഡിന് കുറച്ച് ഞാൻ 5 എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോ. ക്വസ്റ്റിന് അതിനകത്ത് ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടോ. ദ പേഷ്യൻറ്റ് റിപ്പോർട്ടഡ് ചെസ്റ്റ് പെയിൻ. ഇപ്പോൾ പേഷ്യൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലേ. ആൻഡ് ഹീ വാസ് ഇമ്മീഡിയറ്റ്ലി ടേക്കൺ ടു ദ എമർജൻസി റൂം. അപ്പോൾ അവിടെ പേഷ്യൻറ്റിനെ ഹീ എന്നുള്ളൊരു വേർഡ് കൊണ്ട് അവിടെ എന്ത് ചെയ്തു? റെഫർ ചെയ്തു. കണ്ടോ, റെഫർ ബാക്ക് ഹീ. അവിടെ പേഷ്യൻ്റ് നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പേഷ്യൻ്റ് നിന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, അത് ഹീ പറഞ്ഞു. അപ്പം പേഷ്യൻറ്റിനെ കുറിച്ചാണ് അവിടെ ഹീ എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിളാണ് ആദ്യം കിടക്കുന്നത്, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സെക്കൻഡ് എക്സാമ്പിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിസർച്ച് ഇൻഡിക്കേറ്റഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്, അല്ലേ. റിസർച്ചിനെ പറ്റി പറഞ്ഞു വന്നിട്ട് പറയുന്നു ദിസ് ഫൈൻഡിങ് സപ്പോർട്ട്സ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ദിസ് ഫൈൻഡിങ്, അപ്പോൾ അവിടെ എടുത്ത് പറയണം ഏത് ഫൈൻഡിങ് ആയിരിക്കും അവിടെ, ഏതാണോ അവിടെ റിസർച്ച് ഇൻഡിക്കേറ്റ് ചെയ്തു, അല്ലേ. റിസർച്ച് ഫൗണ്ട് ചെയ്തു എന്ത് സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് റിസർച്ചിൻ്റെ ഫൈൻഡിങ് ആണ്. എന്നിട്ട് ആ റിസർച്ചിൻ്റെ ഫൈൻഡിങ് എന്ന് പറയുന്നതിന് പകരം ദിസ് ഫൈൻഡിങ്. കണ്ടോ, അപ്പോൾ അവിടെ ദിസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ദ റിസർച്ച് ഫൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ തേർഡിൽ, പേഷ്യൻസ് വെയർ പ്രിസ്ക്രൈബ്ഡ് എ ന്യൂ മെഡിക്കേഷൻ. പേഷ്യൻസിനെ കുറിച്ച് പറയുന്നു, അവരൊരു പുതിയ മെഡിക്കേഷൻ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്നു. ആൻഡ് ദ റിപ്പോർട്ടഡ് എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ പെയിൻ വിത്തിൻ എ വീക്ക്, അല്ലേ. ദേ റിപ്പോർട്ടഡ് ആരാ? പേഷ്യൻസ്. അപ്പോൾ ഇവിടെ ദേ പേഷ്യൻ്റ് എന്നുള്ള നൗൺ അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പം റിപ്പറ്റീഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ അവിടെ എന്തോ കണക്ഷന് വേണ്ടിയിട്ടും ദേ എന്നുള്ള റെഫറൻസ് വേണം. അപ്പം ദേ റെഫർ ബാക്ക് ടു വേറൊരു ഫ്രേസിനെയോ ഒരു വേർഡിനെയോ റെഫർ ചെയ്യുന്നു. ഏതിനെ എപ്പോഴും ദേ റെഫർ ചെയ്യുന്നത്? പേഷ്യൻസിനെ, അല്ലേ. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അവിടെ 2 റെഫറൻസ് വേർഡ് വന്നിട്ടുണ്ട്. പേഷ്യൻസ് ഹൂ പാർട്ടിസിപ്പേറ്റഡ്, കണ്ടോ, ഹൂ പാർട്ടിസിപ്പേറ്റഡ്. അപ്പോൾ അവിടെ ഹൂ ഉണ്ട്, ഹൂ. ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ് കണ്ടോ, അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻസ് ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലിനിക്കൽ ട്രയൽ എക്സ്പീരിയൻസ്ഡ് പോസിറ്റീവ് ഔട്ട്കംസ്. അവിടെ പേഷ്യൻറ്റിനെയാണ് ഹൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് സെൻറ്റൻസിൽ അതിൻ്റെ കൂടെ തന്നെ ദ ട്രയൽ വിച്ച് ലാസ്റ്റഡ് 6 months. അവിടെ ഒരു ക്ലിനിക്കൽ ട്രയൽ നടന്നതായിട്ട് പറയുന്നുണ്ടല്ലേ. ആ ട്രയൽ എത്ര നാൾ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്? ലാസ്റ്റഡ് ഫോർ 6 months. ഫോക്കസ്ഡ് ഓൺ ന്യൂ ക്യാൻസർ തെറാപ്പീസ്, അല്ലേ. ആൻഡ് ആ ട്രയൽ ഫോക്കസ് ചെയ്തത് ന്യൂ ക്യാൻസർ തെറാപ്പീസിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ വിച്ച് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനാണ്? ട്രയലിനെയാണ്, അല്ലേ. ആ ക്ലിനിക്കൽ ട്രയലിനെയാണ് അവിടെ വിച്ച് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ് 5th എക്സാമ്പിൾ, എ ന്യൂ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ എന്താ? ഗൈഡ് ലൈൻസ് ആണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലേ. പുതിയ പ്രോട്ടോക്കോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദീസ് ഗൈഡ് ലൈൻസ്, അപ്പോൾ അവിടെ ദീസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതിനെയാണ്? ആ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിനെയാണ് ഇവിടെ ദീസ് എന്ന് വിളിച്ചിരിക്കുന്നത്. ദീസ് റെഫർ ബാക്ക് ടു എ ന്യൂ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. കണ്ടോ, പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലേ. അപ്പോൾ അവിടെ ദീസ്. അപ്പോൾ ഇതാണ് ശരിക്കും സിമ്പിളായിട്ടുള്ള റെഫറൻസ് വേർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിലോ റെഫറൻസ് വേർഡ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് ദാറ്റ് റെഫർ ബാക്ക് ടു അതർ വേർഡ്സ് ഓർ ഫ്രേസസ്.
എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ കൊഹിയറൻസ് ആൻഡ് അവോയ്ഡ് റെപ്പറ്റീഷൻ. കൊഹിയറൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ടെക്സ്റ്റിലെ എല്ലാ പാട്ടും കൂടി കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൊഹിയറൻസ്. ആൻഡ് അവോയ്ഡ് റെപ്പറ്റീഷൻ ഒഴിവാക്കുകയും ചെയ്യുന്നു. അതായത് സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ആശയങ്ങളെ കണക്റ്റ് ചെയ്യാനും ഐഡിയാസ് ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ റെഫറൻസ് വേർഡ് ഉപയോഗിക്കുന്നത്. ഇത്രയും പിടികിട്ടിയല്ലോ റെഫറൻസ് വേർഡിനെ കുറിച്ച്. ഇനി നമ്മൾ റെഫറൻസ് വേർഡിന് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഇന്നത്തെ സെഷൻ ക്ലിയർ ആവും. പക്ഷേ ഞാൻ ഇനിയും പറയുകയാണ്, അതുകൊണ്ട് നമുക്ക് റെഫറൻസ് വേർഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന സെഷനുകളിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനോടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ഒരു സ്റ്റേജിൽ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വളരെ ചെറിയ പാസേജ് ആട്ടോ, നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി പാസേജ് ചെറുതാക്കിയിരിക്കുകയാണ്. നമുക്കൊരു സ്ക്രീനിൽ തന്നെ ടെക്സ്റ്റും ഓപ്ഷനും കൂടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാമിന് കിട്ടുമ്പോൾ ഇങ്ങനെ വളരെ ചെറിയ പാസേജ് ആണെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങളിത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. യെസ് അഞ്ജു സി, ഗുഡ് ഈവനിങ്. ആൻസൺ ഗുഡ് ഈവനിങ്. ദീപ സി രാജു ഗുഡ് ഈവനിങ്. യെസ്, ഒന്ന് വായിച്ചു നോക്കിക്കേ ഇത്. ദ നോവൽ തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഡെമോൺസ്ട്രേറ്റഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി. It exerted notable effects on both pro-inflammatory and anti-inflammatory pathways, leading to a balanced immune response. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ, വാട്ട് ഇസ് ദ വേർഡ് ഇറ്റ് റെഫർ ടു ഇൻ ദ എബവ് പാസേജ്? എന്തിനെയാണ് ഇറ്റ് അവിടെ റെഫർ ചെയ്യുന്നത്? ഇറ്റ് റെഫേഴ്സ് ബാക്ക് ടു ഏതിനെയാണ് അവിടെ? സൈറ്റോകൈൻ ആക്ടിവിറ്റി പറയുന്നുണ്ട് എയിൽ. ബിയിൽ സൈറ്റോകൈൻ ആക്ടിവിറ്റിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സിയിൽ ദ നോവൽ തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ പറയുന്നുണ്ട്. ഡിയിൽ മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി അല്ലേ? അപ്പം നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് റീഡിങ് ടൈം എടുത്ത് ഒരു 1 മിനിറ്റ് മതി റീഡിങ് ടൈം. ഇതിനകത്ത് കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തിനെയാണ് അവിടെ? ഇത് സിമ്പിളാണ്, ആലോചിക്കണം. എക്സാമിന് നമുക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള കിട്ടത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു സെഷനിലൂടെ റെഫറൻസ് വേർഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി തരികയാണ് അല്ലേ. അതിനുശേഷം നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പാസേജുകളിൽ നിന്ന് റെഫറൻസ് വേർഡ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് ഇവിടെ സി നോക്കട്ടെ, ആരൊക്കെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? ആൻസറിനാണ് ആദ്യം സി എന്നുള്ള ആൻസർ പറഞ്ഞു. പിന്നെ അഞ്ജുന് സി, സിജി, ബ്ലസ്സി, സൂസൻ, ടിൻറ്റു, ജിൻസി ജോൺ, റിമു, അലീന, സെലീന, ലേഹ, സുജീഷ, സിയ, എല്ലാവരും സി എന്ന് പറയുന്നു. ഏതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? സി ആണല്ലേ, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കി എന്തിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പാസ് ചെയ്ത് നോക്കിക്കേ. ദ നോവൽ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അല്ലേ. ഡെമോൺസ്ട്രേറ്റഡ്, എന്തിനാണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്? സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ അല്ലേ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ് ഉണ്ടായി. എവിടെയാണ്? ഓൺ ദ മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി. സൈറ്റോകൈൻ ആക്ടിവിറ്റിയുടെ മോഡുലേഷനിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി. ഇറ്റ് എക്സേർട്ടഡ് അല്ലേ. നോട്ടബിൾ എഫക്ട്സ് ഓൺ, അത് എന്തിനു വഴി തെളിച്ചു? ഇറ്റ് എക്സേർട്ടഡ് അല്ലേ. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തു? നോട്ടബിൾ എഫക്ട്സ് ഓൺ അല്ലേ. എഫക്ട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റുകൾ. ഇമ്പാക്റ്റ് ഓൺ ബോത്ത് പ്രോ ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ്, ലീഡിങ് ടു എ ബാലൻസ്ഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം പറയുന്നു ഇറ്റ് എക്സേർട്ടഡ് നോട്ടബിൾ എഫക്ട്സ് ഓൺ. എല്ലാവർക്കും സി എന്നുള്ളൊരു ആ മീനിങ്ങിലേക്കാണ് പോകുന്നത്. നോവൽ തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എക്സേർട്ടഡ് നോട്ടബിൾ എഫക്റ്റ് ഓൺ ബോത്ത് പ്രോ ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ്. ആണോ? ശരിയാണോ തെറ്റാണോ? എല്ലാവരും അവിടെ ഒരാൾ ഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പം റെഫറൻസ് വേർഡ് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാസേജ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, വായിക്കാൻ പറ്റുന്നുള്ളൂ. വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി വൈഡായിട്ട് വെച്ചുതരാം. അത് പാസേജ് നല്ലിട്ട് വായിക്കാമല്ലോ.
ഈ റെഫറൻസ് വേർഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് കണ്ടുപിടിക്കാവുന്നത്. ഒന്ന്, അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള പ്ലാൻ, അതായത് ഒറിജിനൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ഇത് അതിൻ്റെ പ്രിസീഡിങ് ലൈൻസിലായിരിക്കും. അത് 1 ലൈനോ 2 ലൈൻസോ ബിഫോർ ആയിരിക്കും അല്ലേ. ഒരുപക്ഷെ ചില കേസസിലൊക്കെ ഒരു പാരഗ്രാഫ് തന്നെ മുന്നേ ആൻസർ വന്നെന്നിരിക്കാം. കാരണം ഒരു പാരഗ്രാഫിൽ കാര്യം പറഞ്ഞിട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ആ ദിസ് അതിന് മുന്നിലത്തെ പാരഗ്രാഫിലായിരിക്കാം. അപ്പോൾ ഇവിടെ ശരിക്കുമുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രിസീഡിങ് ലൈൻസ്, അതിന് മുന്നേ ഉള്ള ലൈൻസ് നമ്മൾ വായിച്ചു നോക്കും. ചിലപ്പോൾ ഒരു 1 ലൈൻ വായിച്ചാൽ കിട്ടും, ചിലപ്പോൾ 2 ലൈൻസും 3 ലൈൻസൊക്കെ വായിക്കേണ്ടി വരും അല്ലേ. എന്നിട്ട് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അത്രേ ഉള്ളൂ. വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നമ്മൾ കണക്ട് ചെയ്യും. അതാണ് ശരിക്കുമുള്ള മെത്തേഡ്. പക്ഷേ എല്ലാ കേസിലും നമുക്ക് അത് പോസിബിൾ അല്ല. നമുക്ക് എപ്പോഴും നമുക്ക് റീഡ് ചെയ്ത് മീനിങ് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു സെക്കൻഡായിട്ടുള്ള പ്ലാൻ ബി സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇറ്റല്ലേ, ഈ ഇറ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്ലേസിൽ വെച്ചിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറ്റ് എന്നുള്ള എന്തായിരിക്കണം, സൈറ്റോകൈൻ ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ നമ്മളവിടെ വായിച്ചു നോക്കണം എങ്ങനെ. സൈറ്റോകൈൻ ആക്ടിവിറ്റി എക്സർട്ടഡ് നോട്ടബിൾ എഫക്ട്സ് ഓൺ ബോത്ത് പ്രോ ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ് ആണോ എന്ന് നോക്കണം. സൈറ്റോകൈൻ ആക്ടിവിറ്റി ആണോ അവിടെ നോട്ടബിളായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കിയത്, ആണോ അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അടുത്തത് വായിച്ചു നോക്കിക്കേ. ഇറ്റ് എന്നുള്ളത് എന്താണ്, ഇമ്പാക്റ്റ് ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി. സൈറ്റോകൈൻ ആക്ടിവിറ്റിയിലുണ്ടായ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സേർട്ട് നോട്ടബിൾ എഫക്ട്സ് ഓൺ ബോത്ത് പ്രോ ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ്. അതെന്തിനായിട്ട് മാറിയ ഇമ്പാക്റ്റ്, ലീഡിങ് ടു ബാലൻസ്ഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ശരിയാണോ തെറ്റാണോ അങ്ങനെ വായിച്ചപ്പോൾ? അടുത്തതും കൂടി നോക്കാം. ദ നോവൽ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എക്സർട്ടഡ് നോട്ടബിൾ എഫക്റ്റ് ഓൺ ബോത്ത് പ്രോ ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ് ലീഡിങ് ടു ബാലൻസ്ഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഡി, മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി എക്സർട്ടഡ് നോട്ടബിൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ. ഇതിനകത്ത് ബി ആൻസറായിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊന്നുകൂടെ ചിന്തിച്ച് നോക്കിക്കേ. അതായത് ഒരു നോവൽ ന്യൂ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ആ ഇൻ്റർവെൻഷൻ, അതായത് സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എവിടെയാണ്, ഓൺ ദ മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റിയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഇറ്റ് എക്സേർട്ടഡ്, ആ ഇമ്പാക്റ്റിനെയാണ് അവിടെ പറയുന്നത്. എന്ത്, ഇറ്റ് എക്സേർട്ടഡ്, ആ ഇമ്പാക്റ്റ് എന്തിനെയാണ് അവിടെ വഴിയൊരുക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെയാണ് അവിടെ എക്സേർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കിക്കോ. ഇറ്റ് എക്സേർട്ടഡ് നോട്ടബിൾ എഫക്ട്സ് ഓൺ, ആ ഇമ്പാക്റ്റ് എന്തൊക്കെ ഉണ്ടാക്കി അവിടെ, ബോത്ത് ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേസ്. അപ്പോൾ അവിടെ കൂടുതൽ യോജിക്കുന്നത് തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെന്നാണോ, തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ആ ഉണ്ടാക്കിയ എഫക്റ്റിനെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്നാണോ പറയുന്നത്. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അല്ല അവിടെ എഫക്റ്റ് ഉണ്ടാക്കിയത് അല്ലേ. ദ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഡെമോൺസ്ട്രേറ്റഡ് എന്ത്, എ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഓൺ ദ മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റി അല്ലേ. അപ്പോൾ അവിടെ ഇമ്പാക്റ്റിനല്ല ഇമ്പോർട്ടൻസ്, അല്ലാതെ നോവൽ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ നോട്ടബിൾ എഫക്ട്സ് ഉണ്ടാക്കിയോ, ഇല്ല. നോവൽ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എന്തിനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്, അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. എവിടെയാണ്, മോഡുലേഷൻ ഓഫ് സൈറ്റോകൈൻ ആക്ടിവിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഇമ്പാക്റ്റാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, എന്തുണ്ടാക്കുന്നു, നോട്ടബിളായിട്ടുള്ള എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എക്സേർട്ടഡ് നോട്ടബിൾ എഫക്ട്സ് ഓൺ ബ്രോത്ത്. അപ്പോൾ അവിടെ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. കണ്ടോ. അപ്പം ഈ റെഫറൻസ് വേർഡ്സ് അത്ര ഈസി ആണെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ വളരെ സിമ്പിളാക്കി എടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇമ്പാക്റ്റാണ് വരുന്നത്, അല്ലാതെ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അവിടെ എന്താക്കിയില്ല, എഫക്റ്റ് കൊണ്ടുവന്നോ, ഇല്ല. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്താ, ആ ഇമ്പാക്റ്റിനെയാണ് അവിടെ ഇറ്റെന്ന് വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ, ആ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിനെയാണ് അവിടെ ഇറ്റെന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ ആയോ? അത് പറഞ്ഞു വന്നത് റെഫറൻസ് വേർഡ് വളരെ സിമ്പിളാണെങ്കിലും നമുക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. കാരണം ഒരു ഇറ്റിന് മുന്നിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ വരുവാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പഠിക്കണം.
ഇത്രയേ ഉള്ളൂ. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നല്ല പറയുന്നത്. തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ഇമ്പാക്റ്റുകളെ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഏതാ ഇമ്പാക്റ്റാണ് അവിടെ പറയുന്നത്. ഇമ്പാക്റ്റ് എക്സേർട്ടഡ് നോട്ടബിൾ എഫക്ട്സ് ഓൺ ബോത്ത്. എന്തൊക്കെ ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ എന്ത് വരും? ബി ആയിരിക്കണം അവിടുത്തെ റൈറ്റ് ആൻസർ അല്ലേ? നിങ്ങൾ കൺഫ്യൂഷനാണ്. ഇതാണ് റെഫറൻസ് വേർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരുന്നൊരു സെഷനിലും കൂടി ഞാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് പേർക്ക് ബി കിട്ടിയല്ലേ? ഇപ്പോൾ കുറച്ച് പേര് വായിച്ചപ്പോഴത്തേക്കും യെസ്, ആസ് യൂഷ്വൽ ഐശ്വര്യ മാം ഈസ് ഓൾസോ വാച്ചിങ് അവർ റീഡിംഗ് ലൈഫ്. താങ്ക് യു ഐശ്വര്യ ഫോർ സപ്പോർട്ടിങ് അസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. അതെന്താ അടുത്ത കണ്ടു ഇവിടെ ദിസിനെ കുറിച്ച് ചോദിക്കുന്നത്. ദിസ്, അപ്പോൾ ദിസ് ഒരു റെഫറൻസ് വേർഡാണ്. ആൻ ഇന്നോവേറ്റീവ് ജീൻ തെറാപ്പി ഉണ്ടോ? ജീൻ തെറാപ്പിയെ കുറിച്ച് പറയുന്നു. ഒരു ഇന്നോവേറ്റീവ് ജീൻ തെറാപ്പി ഹാസ് എക്സിബിറ്റഡ്. എന്താ എക്സിബിറ്റ് ചെയ്തത്? എ റിമാർക്കബിൾ ഇൻഫ്ലുവൻസ് ഓൺ സെല്ലുലാർ റെപ്ലിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ. This is particularly evident in the upregulation of specific transcription factors. ഒന്ന് വായിച്ചു കണ്ടുപിടിച്ചേ. ഓക്കെ, അവിടെ ആൻസർ സിയും ബിയും ഉണ്ടല്ലേ? സിനി പറയുന്നു സി, രമ്യക്ക് ബി, അഞ്ജു മോൾ പി എസ് സി, ദിവ്യ കുവൈറ്റ് സി, ജസീന റെനിൽ സി, റിൻസി സാമുവൽ, ജിൻസി റോസ്, സഞ്ജു ചാക്കോ, ആൻസൺ, സിനി. ഇവിടെ ബിയും സിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കുറേ ആൻസേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ എന്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? നോക്കിക്കോ, വായിച്ചു നോക്കിക്കോ. എന്തിനെക്കുറിച്ചാണ് ദിസ്? സി ആണോ? സെല്ലുലാർ റെപ്ലിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ആണോ? അതോ ഡി ആണോ? സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അല്ല. ജീൻ തെറാപ്പിയെക്കുറിച്ചാണോ? അല്ല. ആദ്യ പാസേജ് നോക്കിക്കേ. ആൻ ഇന്നോവേറ്റീവ് ജീൻ തെറാപ്പി ഹാസ് എക്സിബിറ്റഡ് അല്ലേ? ഷോഡ് എന്നുള്ള മീനിങ് ആണ് എക്സിബിറ്റഡ്. എന്ത് ഷോ ചെയ്തു? റിമാർക്കബിൾ ഇൻഫ്ലുവൻസ് ഓൺ സെല്ലുലാർ റെപ്ലിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ. അതിനകത്ത് റിമാർക്കബിളായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എക്സിബിറ്റ് ചെയ്തു. ദിസ് ഈസ് പെർട്ടിക്കുലർലി എവിഡൻറ്റ്. അപ്പോൾ അവിടെ എന്ത് എക്സിബിറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്? എന്നിട്ട് പറയാണ് ദിസ് ഈസ് പെർട്ടിക്കുലർലി എവിഡൻറ്റ് ഇൻ ദ അപ്രെഗുലേഷൻ ഓഫ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ ദിസ് എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ജീൻ തെറാപ്പിയുടെ ഇമ്പാക്റ്റാണ്. യെസ്, അവിടെ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇമ്പാക്ട്സ് ഓഫ് ജീൻ തെറാപ്പി അല്ലേ? ജീൻ തെറാപ്പിയുടെ ഇമ്പാക്റ്റ് പെർട്ടിക്കുലർലി എവിടെയാണ് അത് എവിഡൻ്റ് ആവുന്നത്? ഇമ്പാക്റ്റുകൾ എവിഡൻ്റ് ആവുന്നത് എവിടെ? ഇൻ ദ അപ്രെഗുലേഷൻ ഓഫ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ശരിയാവില്ല. ദ ഇമ്പാക്റ്റ് ഓഫ് ജീൻ തെറാപ്പി. ഞാൻ പറഞ്ഞല്ലോ റെഫറൻസ് വേർഡ്. ഇതിപ്പം നിങ്ങൾക്ക് ഒരു മുഴുവൻ പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ പറഞ്ഞല്ലോ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒറ്റ സ്ക്രീനിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ക്വസ്റ്റ്യൻ ഈസി ആവും. അപ്പോൾ ഇവിടെ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഏത്? ദ ഇമ്പാക്റ്റ് ഓഫ് ജീൻ തെറാപ്പി. കാരണം
ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു പുതിയ ജീൻ തെറാപ്പിയെക്കുറിച്ച് പറയുന്നു. അത് എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഓൺ സെല്ലുലാർ റെപ്ലിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ. റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാണിച്ചു. എന്നിട്ട് പറയുന്നു ദിസ് ഈസ് പർട്ടിക്കുലർലി എവിഡൻറ്റ്. ആ ഇൻഫ്ലുവൻസ് എവിഡൻ്റ് ആവുന്നത് എവിടെയാണ്? ഇൻ ദ അപ്റെഗുലേഷൻ ഓഫ് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ എന്ത് വരും? ജീൻ തെറാപ്പി ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്, ദ ഇമ്പാക്റ്റ് ഓഫ് ജീൻ തെറാപ്പി. സോ എ വിൽ ബി റൈറ്റ് ആൻസർ. എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയ സംഭവം എന്താണെന്നുള്ളത്? റെഫറൻസ് വേർഡ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടും ആൻസർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും മാറുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം നമുക്ക്. ദ കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഡെമോൺസ്ട്രേറ്റഡ്. ഇവിടെ ദേ ആണ് കേട്ടോ. സിനർജിസ്റ്റിക് എഫക്റ്റ് ഓൺ ട്യൂമർ റിഗ്രഷൻ. They were particularly effective in inhibiting angiogenesis and promoting apoptosis. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ദേ വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ ദേ ആരാണ്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇത്രയും വായിച്ചാൽ മതി. നമ്മൾ എന്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? എന്നിട്ട് പറയുന്നത് അത് എന്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എഫക്റ്റീവാണ്. ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെ സിനർജിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്, ട്യൂമർ റിഗ്രഷൻ ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ഓഫ് സിനർജിസ്റ്റിക് എഫക്റ്റ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ എനിക്കത് കൂടുതൽ ബി എന്നുള്ളൊരു ആൻസറിലാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്കൊരു സി വന്നിട്ടുണ്ട്. യെസ് ആൻസർ പറഞ്ഞു ബി. റിൻസി സാമുവൽ സേസ് ബി, സെലീന ബി, ദിവ്യ ബി, ജിനി, ജിഷ, ധന്യ, ഷിബി, അഞ്ജു, റെൻസി, ജസീന, ജിൻസിക്ക് എല്ലാവർക്കും, മേരി, ഷാൻഡിക്കെല്ലാം ബി ആണല്ലേ. സുജ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ജാന, മെറിയം, ഷൈനി, ദിവ്യ എല്ലാവർക്കും ബി ആണ്. യെസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻ കുറച്ച് കുറഞ്ഞു അല്ലേ. കറക്റ്റ് ആൻസറും ബി തന്നെയാണ്. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനെ പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ദ കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഡെമോൺസ്ട്രേറ്റഡ് എ സിനർജിസ്റ്റിക് എഫക്റ്റ് ഓൺ ട്യൂമർ റിഗ്രഷൻ. ദേ വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ എവിടെ? എഫക്റ്റീവ് ആവുന്നത് എവിടെയാണ്? ഇൻഹിബിറ്റിംഗ് ആൻജിയോജെനസിസ് ആൻഡ് പ്രൊമോട്ടിംഗ് അപ്പോപ്റ്റോസിസ്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് പർട്ടിക്കുലർലി എഫക്റ്റീവ് ആകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ദേ എന്നുള്ളതിനെ നമുക്ക് ആരായിട്ട് അവിടെ വിളിക്കാം? ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. ഇത് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ കൺഫ്യൂഷൻ വന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്രയും കൊണ്ട് തീരുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള പാസേജസ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങളെ ഐഡിയ ഒന്ന് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെ നമ്മൾ ആൻസർ ചൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പം 2 മെത്തേഡ് ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഒന്ന് ഫസ്റ്റ് എൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറയുന്നത് വായിച്ച് മനസ്സിലാക്കുക. എപ്പോഴും അതിൻ്റെ പ്രിസീഡിങ് ലൈനിലോ അല്ലെങ്കിൽ ഒരു 2 ലൈൻസ് ബിഫോറൊക്കെ അതുണ്ടാവും. വായിച്ചിട്ട് അതിൻ്റെ മീനിങ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ എ ബി സി, ആ ഓരോന്നിനെയും വെച്ചിട്ട് നമ്മൾ ആ പ്ലേസിൽ കൊണ്ട് വായിച്ചു നോക്കണം. ഇവിടെ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് വൺ സിനർജിസ്റ്റിക് എഫക്റ്റ് വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ് ആണോ എന്ന് നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക തെറ്റാണോ ശരിയാണോ എന്ന്. ആ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ്, ട്യൂമർ റിഗ്രഷൻ വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ്, ഡെമോൺസ്ട്രേഷൻ ഓഫ് സിനർജിസ്റ്റിക് എഫക്റ്റ് വെയർ പർട്ടിക്കുലർലി എഫക്റ്റീവ്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ ബേസിലുള്ള കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടല്ലേ, അതുമായിട്ട് നമുക്ക് ഏതിനെ കണക്ട് ചെയ്യാൻ പറ്റും? ബിയെ കണക്ട് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആർ പർട്ടിക്കുലർലി എഫക്റ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ റെഫറൻസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തന്നിരിക്കാം. റെഫറൻസ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് തന്നെയാണ്, ഒരു സംശയമില്ല. എന്തിനുള്ള വേർഡ്സാണത്? ദേ റെഫർ ബാക്ക് ടു അതർ വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ ദ ടെക്സ്റ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയാസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നൗൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് നൗൺസ് ആൻഡ് അവോയ്ഡ് റെപ്പറ്റീഷൻ. നൗണിനെ നമ്മൾ പ്രൊനൗൺ ഉപയോഗിക്കുന്നത് പോലെ റെഫറൻസ് വേർഡ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും റെപ്പറ്റീഷൻസ് ഒഴിവാക്കാം. ഒരു ലെങ്തി ആയിട്ടുള്ള നൗണൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് എഴുതേണ്ടോ പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്കതിനെ റെഫർ ചെയ്ത് വളരെ ചുരുക്കി ഇറ്റെന്നോ ദേയെന്നോ ഒക്കെ പറഞ്ഞ് കൺസൈസ് ആക്കി ക്ലാരിറ്റി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, റെഫറൻസ് വേർഡ് എന്നുള്ളൊരു അത്യാവശ്യം ഒരു ഐഡിയ വന്നിട്ടുണ്ട്. അപ്പം തുടർന്ന് 1-2 സെഷനിൽ കൂടെ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഡിജൂസ് അക്കാഡമി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് OIT റീഡിങ്ങിൻ്റെ ലൈവ് സെഷൻസ്. എപ്പോഴും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ സന്തോഷം.
അപ്പോൾ നിങ്ങൾക്ക് സെഷൻ അത്യാവശ്യം എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കുറച്ചൊരു മോഡൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് കൊണ്ടൊന്നും നമുക്ക് റീഡിങ്ങിൻ്റെ സ്കില്ലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാനൊന്നും പറ്റില്ല. അതിന് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. കുറേ അധികം മെറ്റീരിയലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പോൾ റെഫറൻസ് ക്വസ്റ്റ്യൻ നമ്മൾ 2 എണ്ണം ചെയ്തെന്ന് വെച്ചിട്ട് ശരിയാവില്ല. കുറേ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇതേ സെയിം കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഒരു സെഷനിൽ വീണ്ടും നമുക്ക് കാണാം. അപ്പം താങ്ക് യു സോ മച്ച്.